ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് നോക്കുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, ദാറ്റ് ഈസ് CPM. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഹെൽപ്സ് ദ ടോപ്പ് മാനേജ്മെൻറ്റ് ടു കോൺസെൻട്രേറ്റ് ദ അറ്റൻഷൻ ടു ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് ദ കംപ്ലീഷൻ ഇൻ ദ ടൈം. നമ്മൾ CPM മെത്തേഡ് ചെയ്തപ്പോൾ തന്നെ നമുക്കതിലറിയാം ഒരു ക്രിട്ടിക്കൽ പാത്ത് ഉണ്ട് അല്ലേ. ആ ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ആക്ടിവിറ്റീസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ ക്രിട്ടിക്കൽ പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മാനേജേഴ്സിന് ഈ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് പറഞ്ഞിരുന്നു, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്തിൽ കൂടെ നമ്മൾ ആ ഒരു ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് ഏറ്റവും മാക്സിമം ടൈം എടുത്തുകൊണ്ട് നമ്മുടെ ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റിന് ഹെൽപ്ഫുള്ളാണ് CPM മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു ലൊക്കേറ്റ് ദ ക്രിട്ടിക്കൽ ആൻഡ് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ദ മാനേജ്മെൻറ്റ് ക്യാൻ ട്രാൻസ്ഫർ റിസോഴ്സസ് ഓഫ് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഇൻ ടു ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്റ്റ് ഇൻ ടൈം. നമുക്ക് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസും നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ അതിൻ്റെ റീ അലോക്കേഷനും നമുക്ക് പോസിബിളാണ്, റിസോഴ്സ് റീ അലോക്കേഷൻ പോസിബിളാണ്. ദെൻ തേർഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു പ്ലാൻ ആൻഡ് സ്കെഡ്യൂൾ എ പ്രൊജക്റ്റ്. അപ്പം CPM-ൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും. റിസോഴ്സിന് അതിൻ്റെ ആവശ്യാനുസരണം നമുക്ക് പ്ലാൻ ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ദ റെലവൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡ്യൂറേഷൻ, സൈസ് ആൻഡ് പെർഫോമൻസ് ഓഫ് എൻ ആക്ടിവിറ്റി. അപ്പം നമ്മൾ CPM ചെയ്യുമ്പം അതിൻ്റെ ഡ്യൂറേഷനാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഡ്യൂറേഷനും സൈസും ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ദെൻ അടുത്ത് നമ്മളിനി നോക്കുന്നത് ലിമിറ്റേഷനാണ്. CPM-ൻ്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, ഇൻ CPM we assume that the time of each activity is known, but in real practice it is not true. ദാറ്റ് ഈസ് നമ്മൾ CPM-ൽ പറയുന്നത് നമുക്ക് ടൈം അറിയാം, ഓരോ ആക്ടിവിറ്റീൻ്റെയും ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ റിയൽ പ്രാക്ടീസസിൽ അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഫോർ ഡിറ്റർമൈനിങ് ദ ടൈം എസ്റ്റിമേറ്റ്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ആ ഒരു ടൈം കണ്ടുപിടിക്കുമ്പം ടൈം ആണെങ്കിലും ഷെഡ്യൂൾ ആണെങ്കിലും റിസോഴ്സ് അലോക്കേഷൻ ആണെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസ് ഈസ് നോട്ട് കൺസിഡേർഡ് ഇൻ CPM മെത്തേഡ്. Then third one, it is only suitable in a project where there is a definite start and definite finish. അപ്പം നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും കൃത്യമായിട്ട് അറിയാവുന്ന കേസസിൽ മാത്രമാണ് CPM നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. Then fourth one, if certain changes are introduced in network, then entire evaluation of the project is to be repeated and new critical path is to be determined. അപ്പോൾ പകുതി വെച്ച് നമ്മൾ ക്രിട്ടിക്കൽ നെറ്റ്വർക്ക് അനാലിസിസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡയഗ്രാം നമ്മൾ വരച്ചു, അതിനുശേഷം നമ്മൾ ഒന്നോ രണ്ടോ ആക്ടിവിറ്റീസിനെ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പം പിന്നെ നമുക്ക് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് മാറുന്നു, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്, റിസോഴ്സസ് എല്ലാം കംപ്ലീറ്റ്ലി നമ്മുടെ ആ ഒരു വഴി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത് നെറ്റ്വർക്ക് പാത്ത് വരയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. സോ ഇതൊക്കെയാണ് CPM-ൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM-ന് ഇത്ര ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പുതിയൊരു ടെക്നിക്ക് പഠിക്കുവാണ്, ദാറ്റ് ഈസ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്സ്, PERT എന്ന് നമ്മൾ പറയും. ഓക്കെ, നമ്മളിപ്പം നെറ്റ്വർക്ക് അനാലിസിസിൽ രണ്ട് രീതിയിലുള്ള ഡയഗ്രാമാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള അനാലിസിസ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ വാസ് CPM, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, ആൻഡ് സെക്കൻഡ് വൺ ഇസ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്, ദാറ്റ് ഇസ് PERT എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും. അപ്പോൾ ഈ PERT ഡെവലപ്പ് ചെയ്തത് നേവി ആണ് ഡെവലപ്പ് ചെയ്തത്. അത് കമ്പോസ്ഡ് ഓഫ് DJ മെക്ലോൺ, റോഷ്കൂൺ ആൻഡ് ക്ലാർക്ക്, അങ്ങനെ കുറച്ച് സയൻറ്റിസ്റ്റാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അവർ ഡിഫൻസിന് വേണ്ടിയിട്ടാണ്, ഡിഫൻസ് പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റൊക്കെ PERT നമ്മൾ യൂസ് ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷം ഈ ടെക്നിക്ക് പോപ്പുലർ ആവുകയും നമ്മളത് സാധാരണ മാനേജ്മെൻറ്റിലേക്ക്, അതായത് ബിസിനസ് മാനേജേഴ്സ് അഡോപ്റ്റ് ചെയ്യുകയും അവർ വൈഡായിട്ട് യൂസ് ചെയ്ത് അതിൻ്റെ ആ ഒരു പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ബിസിനസ്സിലേക്ക് ഈ ഒരു ടെക്നിക്ക് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് ചെയ്തത്. ഓക്കെ, so it is a management technique. It allows a manager to calculate the expected total amount of time required for completing the entire project at the stage of formulation and planning of the project. നമ്മൾ ക്രിട്ടിക്കൽ പാത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എക്സ്പെക്റ്റഡ് ടോട്ടൽ എമൗണ്ട് ഓഫ് ടൈം. ഒരു വർക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യാൻ, ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെക്റ്റഡ് ടോട്ടൽ ടൈമാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നത്. അത് ഫോർമുലേഷൻ തൊട്ട് ആ ഒരു പ്ലാനിങ് പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കണ്ടുപിടിക്കാൻ വേണ്ടി PERT-ൽ നമുക്ക് പറ്റുന്നുണ്ട്. ദെൻ
At the same time, it helps to highlight the critical activities of the project. Identification of critical activities help the manager either to allocate more resources for them or keep a careful watch on such activities as the project progresses. അപ്പോൾ ഇതിലും നമുക്ക് എന്ത് പറ്റുന്നുണ്ട്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് അനലൈസ് ചെയ്യാനും അത് ഐഡൻറ്റിഫൈ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് വിച്ച് ഹെൽപ്പ് ദ മാനേജർ either to allocate more resources for them or keep a careful watch on such activities. അപ്പം ഈ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് അനലൈസ് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ റിസോഴ്സസ് അലോക്കേഷനിലും ഇത് ഹെൽപ്ഫുള്ളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. Then PERT is preferred for those projects which are of non-repetitive nature or for those projects in which precise time determination for various activities cannot be made. ഓക്കെ, അപ്പോൾ ഇവിടെ PERT നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് നോൺ റിപ്പീറ്റീവ് നേച്ചറിലുള്ള പ്രൊജക്റ്റുകൾക്കാണ് ഇത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ സച്ച് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കനോട്ട് ഗൈഡഡ് ബൈ ദ പാസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പം നോൺ റിപ്പീറ്റഡ് നേച്ചറിലുള്ള പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം 1-2 പ്രാവശ്യം മാത്രം നടക്കുന്ന ചിലപ്പോൾ ഒരു ആക്ടിവിറ്റി ആയിരിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് റുട്ടീനിയസ് ആയിട്ട് നടക്കുന്ന ആക്ടിവിറ്റീസിന് നമുക്ക് അധികം ബോധറേഷൻ്റെ ആവശ്യമില്ല, നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡിസിഷൻ, അതായത് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള നോൺ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള നേച്ചറിലുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് PERT എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസിൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഈ ഒരു PERT എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൈഡായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. That is, each activity is uncertain. Okay, future is always uncertain. So ആ ഒരു അൺസർട്ടനിറ്റി കുറയ്ക്കാൻ വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യുന്നു, PERT നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ടൈം എസ്റ്റിമേറ്റുകൾ. PERTൽ 3 രീതിയിലുള്ള ടൈം എസ്റ്റിമേറ്റുകളുണ്ട്. അതാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്, മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് ആൻഡ് പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. ഇപ്പോൾ PERTൽ 3 രീതിയിലുള്ള ടൈം എസ്റ്റിമേറ്റുകളുണ്ട്. നമ്മൾ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ CPMൽ പറഞ്ഞ ഒറ്റ ടൈമാണ്. പക്ഷേ PERTലേക്ക് വരുമ്പോൾ അത് 3 രീതിയിലാണ് പറയുന്നത്: ഒപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി ആൻഡ് പെസിമിസ്റ്റിക്. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ T എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. It is the shortest possible time in which an activity can be completed under ideal conditions if everything goes well. There is a very little chance that activity can be done in time less than the optimistic time. It is the estimate of minimum possible time which an activity will take to complete within ഐഡിയൽ സിറ്റുവേഷൻ. അതായത് ഈ ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അണ്ടർ ഐഡിയൽ കണ്ടീഷൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആൻഡ് സ്മൂത്ത് ആയിട്ട് പോകുവാണെങ്കിൽ അണ്ടർ ഐഡിയൽ കണ്ടീഷനിൽ നമുക്കൊരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം ആണെന്ത്, ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വേർഡിൻ്റെ പോസിറ്റിവിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ആ കൈൻഡ് ഓഫ് ടൈം, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ടൈമിനെയാണ് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ്. അപ്പോൾ അതിന് എന്താ പറയുന്നത്, ഇറ്റ് റെഫേഴ്സ് ടു ദ എസ്റ്റിമേറ്റ് ഓഫ് നോർമൽ ടൈം ദാറ്റ് ദ ആക്ടിവിറ്റി വുഡ് ടേക്ക്. ഇറ്റ് ഇസ് എ മോഡൽ വാല്യൂ. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് കാര്യങ്ങൾ പറയുവാണെങ്കിലും അതിന് 2 എക്സ്ട്രീമിറ്റീസ് ഉണ്ടാവും, ഒരു മിഡിൽ വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇവിടെ പറയുന്ന പോസിറ്റീവായിട്ടുള്ള ആ ഒരു വാല്യൂ ആണെന്ത്, ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം, അതിനെ കഴിഞ്ഞും കുറച്ച് സമയത്തിൽ നമുക്ക് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതേപോലെ നമ്മൾ പറയുന്നതാണ് എന്ത്, അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലുണ്ട്. അല്ല, നടുക്ക് വരുന്ന വാല്യൂ ആണെന്ത്, മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് അത് എന്ത് തന്നെയാണ്, ഒരു മോഡൽ വാല്യൂ, ദാറ്റ് ഈസ് ദ മിഡിൽ വാല്യൂ ആണ്. ദെൻ തേർഡ് വൺ ഈസ് പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. പെസിമിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വേർഡിൻ്റെ ഒരു നെഗറ്റിവിറ്റി ഓർത്ത് വെക്കാം. മാക്സിമം ടൈം ദാറ്റ് ആൻ ആക്ടിവിറ്റി വുഡ് ടേക്ക് ഇഫ് എവറിത്തിങ് ഗോസ് റോങ് ആൻഡ് അബ്നോർമൽ സിറ്റുവേഷൻസ് ആർ പ്രിവെയിൽഡ്. അപ്പം നമ്മൾ പറയുകയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നമുക്കൊരു ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുമ്പം അതിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരികയാണ്. ഫുൾ നമുക്ക് നമുക്ക് തടസ്സങ്ങൾ, കൺസ്ട്രെയിനുകൾ നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ ഏറ്റവും മാക്സിമം ടൈം എത്ര എടുക്കും, ഏറ്റവും മാക്സിമം ടൈം കൊണ്ട് നമുക്ക് എപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറയുന്നതാണ് എന്ത്, പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നതോ
ഏറ്റവും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഒപ്റ്റിമിസ്റ്റിക്. ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിൽ വരുന്ന വാല്യൂ ആണ് most likely. So there is two extremities exist in this type of PERT evaluation, that is optimistic and pessimistic. Optimist is the shortest time and pessimistic is the maximum time, and in between there is a time, that is a model value exists, that is most likely value. Okay, അടുത്ത് നമുക്ക് സ്റ്റെപ്സ് ആണ്. PERT കാൽക്കുലേഷനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആകും. ഓക്കെ, ഫസ്റ്റ് വൺ, ലൊക്കേറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻറ്റ്സ് ഓഫ് ദ പ്രോജക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് നെറ്റ്വർക്ക് ഡയഗ്രാം. നമ്മൾ ആദ്യം CPM ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഇവൻറ്റ്സും ആക്ടിവിറ്റീസും ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ നമ്മളൊരു നെറ്റ്വർക്ക് ഡയഗ്രാമാണ് നമ്മൾ വരയ്ക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടു ഡ്രോ എ നെറ്റ്വർക്ക് ഡയഗ്രാം. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്പർ ഓൾ ദ ഇവൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. നമ്മൾ CPM ചെയ്ത പോലെ തന്നെ നമ്പർ ചെയ്യുകയാണ് ചെയ്യുന്നത്. 1, 2, 3 എന്ന ഓർഡറിൽ നമ്മൾ നമ്പർ ചെയ്യുകയാണ് ചെയ്യുന്നത്. തേർഡ് സ്റ്റെപ്പിലാണ് ഒബ്റ്റെയിൻ ദ വേരിയസ് ടൈം എസ്റ്റിമേറ്റ് ഫോർ ഈച്ച് ആക്ടിവിറ്റി, ദാറ്റ് ഈസ് മോസ്റ്റ് ലൈക്ലി, പെസിമിസ്റ്റിക്, ഒപ്റ്റിമിസ്റ്റിക്. അങ്ങനെ 3 രീതിയിലുള്ള ടൈമുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാകും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ കാൽക്കുലേറ്റ് എക്സ്പെക്റ്റഡ് ടൈം ഓഫ് ഈച്ച് ആക്ടിവിറ്റി ബൈ യൂസിങ് ദ ഫോർമുല. പിന്നെയാണ് നമ്മളൊരു ഫോർമുലയിലേക്ക് വരുന്നത്. എക്സ്പെക്റ്റഡ് ടൈം, TE എന്ന് പറയുന്നത് എന്താണ്, എക്സ്പെക്റ്റഡ് ടൈമാണ്. അത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടൈം, optimistic time plus 4 into most likely time plus pessimistic time. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, ഡിവൈഡഡ് ബൈ 6 എന്നാണ് ഫോർമുലയിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 4 ഉണ്ട്, അത് മറന്നു പോകരുത്. ഒപ്റ്റിമിസ്റ്റിക്കും പെസിമിസ്റ്റിക്കും നമ്മൾ എഴുതുന്നു, അതിൻ്റെ കൂടെ 4 ടൈംസ് ഓഫ് മോസ്റ്റ് ലൈക്ലി ടൈമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ 6. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ബൈ യൂസിങ് എക്സ്പെക്റ്റഡ് ടൈം ഓഫ് ദ ആക്ടിവിറ്റീസ് ഫൈൻഡ് ദ ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈം ആൻഡ് ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈം. നമ്മൾ CPM ചെയ്ത പോലെ മറന്നിട്ടില്ല, LST, EST, ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈം, ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമും ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈമുമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. Then calculate floats associated with each activity. These activities whose floats are 0 are the critical activities. നമ്മൾ CPM പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ക്രിട്ടിക്കൽ പാത്തിൽ കൂടെ പോകുന്ന എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും എല്ലാ ഫ്ലോട്ടുകളും 0 ആയിരിക്കും എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ നമ്മളിവിടെ നേരെ റിവേഴ്സ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഫ്ലോട്ടുകൾ കണ്ടുപിടിച്ചിട്ട് ഫ്ലോട്ട് 0 വരുന്ന എല്ലാ ആക്ടിവിറ്റീസും ക്രിട്ടിക്കലിൽ കൂടി ആയിരിക്കും പോകുന്നത്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആയിരിക്കും എന്ന് പറയുന്നു. Then various time estimates for activities of critical path is to be added together. Various time estimate for activities of the critical path. അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. It will give the total expected duration. Then standard deviation and variance for each can be. നമ്മൾ അതിനുശേഷം സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും ഇവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുക, അതിൻ്റെ ഇക്വേഷൻ രണ്ടും തന്നിട്ടുണ്ട്. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ TP എന്ന് പറയുന്നത് എന്താണ്, ടൈം, പെസിമിസ്റ്റിക് ടൈം മൈനസ് O എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് ടൈം ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ. അത് റൂട്ടിൻ്റെ ഉള്ളിലാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ് എന്ത്, വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഓക്കെ, ദെൻ 9th സ്റ്റെപ്പിൽ സം ഓഫ് വേരിയൻസ് ഓഫ് ടൈം എസ്റ്റിമേറ്റ്സ് ഓഫ് ഓൾ ആക്ടിവിറ്റീസ് ആർ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ദെൻ കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. നമുക്കിവിടെ ഒരു Z വാല്യൂ കൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളും കൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, Z വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ Z വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, ഡ്യൂ ഡേറ്റ് മൈനസ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ദ കംപ്ലീഷൻ ബൈ സിഗ്മ ആണ് എന്ത്, Z എന്ന് പറയുന്നത്. സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ക്രിട്ടിക്കൽ പാത്ത് ഡിവൈഡഡ് ബൈ സം ഓഫ് variance of critical activities all root. Okay, using this formula, using this normal curve, we can estimate the probability of completing the project. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 2 പാർട്ടായിട്ട് ചോദിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇവിടെ തൊട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളോട് നെറ്റ്വർക്ക് അനാലിസിസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്യേണ്ട. അതിനുശേഷം നമ്മളോട് ടൈം, സ്റ്റാൻഡേർഡ് നോർമൽ കർവ്, സെഡും കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഫോർമുലാസ് യൂസ് ചെയ്യുന്നത്.